ശ്രീചക്രത്തെക്കുറിച്ച് പറയുമ്പോൾ ബോധത്തെക്കുറിച്ച് പലപ്പോഴും പറയണ്ടായി. ഈ ബോധം എന്ന് പറയുന്നത് ഒരു തന്ത്രയന്ത്ര ചക്രമായി മനുഷ്യൻ്റെ മസ്തിഷ്ക ഘടനയെ, ബ്രെയിൻ ആർക്കിടെക്ചറിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പല ഗവേഷകന്മാരും യോഗാചാര്യന്മാരും ചർച്ച ചെയ്തിരുന്നതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇത് പരമ്പരാഗതമായിട്ടുള്ള ആത്മീയതയെയും ആധുനികമായ നാഡീശാസ്ത്രത്തെയും തമ്മിൽ സദൃശ്യമൂലകമായിട്ടുള്ള വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് നിരസിക്കാൻ സാധിക്കുമെങ്കിലും ശാസ്ത്രീയമായി പൂർണ്ണമായി സാധിക്കാത്തതോ തെളിയിച്ചിട്ടില്ലാത്തതോ ആയതുകൊണ്ട് തന്നെ ഇതൊരു സിദ്ധാന്തമായി, ഒരു തിയറിയായി പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ചിന്തകൾ, ദൃശ്യരൂപങ്ങളിൽ നമ്മൾ കാണുന്ന ചില ചിന്തകൾ, ഒരു ബോധത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കാൻ, ഒരു ചിത്രമുണ്ടാക്കാൻ ശ്രീചക്രത്തിന് സാധിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ശ്രീവിദ്യയിൽ പറയുന്നത് ശ്രീചക്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ജാമിതീയ രൂപമാണെന്നാണ്. അതേസമയം മനുഷ്യബോധത്തിൻ്റെ ജാമിതീയ രൂപമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്ന യാത്ര, ലോകം കാണുന്നതൊക്കെ ഇന്ദ്രിയ ലോകത്തിൽ നിന്ന് മനസ്സിലേക്ക് പോയി പ്രോസസ്സ് ചെയ്ത് ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചിന്തകളിലേക്ക് മാറ്റം വരുത്തി നമ്മുടെ വിവരവും നോളജും അവിദ്യയും സവിദ്യയും ഒക്കെ കൂട്ടിക്കലർത്തി വിവേചന ബുദ്ധിയോടുകൂടി നമ്മൾ പുറത്തു വരുമ്പോഴാണ് ഇത് ചൈതന്യമായിട്ട് മാറുന്നത്. ഈ ചിന്തകളാണ് ദേവീ സങ്കല്പത്തിലും ഇതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ചും സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാനമായ ഘടന എന്ന് പറയുന്നത്, ആധുനികമായ നാഡീശാസ്ത്രം പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൽ പ്രധാനമായ 3 തലങ്ങളുണ്ടെന്നാണ്. ഒന്ന് ബ്രെയിൻ സ്റ്റെം, ഒന്ന് ലിംബിക് സിസ്റ്റം, ഒന്ന് കോർട്ടക്സ്. പ്രവർത്തനം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ചിന്തകൾ മാത്രം. ലിംബിക് സ്റ്റെം എന്ന് പറയുന്നത് വികാരങ്ങൾ, അത് നമ്മളെ മനസ്സിലാണെന്ന് പറയുന്നു. ഇവിടെ അത് ബുദ്ധിയുടെ രൂപമായിട്ടാണ് ബയോളജിയിലും മോഡേൺ ശാസ്ത്രത്തിൽ പറയുന്നത്. കോർട്ടക്സ് എന്ന് പറയുന്നത് ചിന്തയും ബോധവുമാണ്. ഇത് ചിലർ ആന്തരികവും ആത്മീയവുമായ താരതമ്യം ചെയ്ത് നമ്മൾ ബോധമനസ്സിലും അബോധമനസ്സിലും ഉപബോധമനസ്സിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന അവസ്ഥയിലൊക്കെ നമ്മൾ എങ്ങനെ പ്രകടനത്തിൽ വരുന്നു എന്ന് പഠിക്കുമ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും. ശ്രീചക്രവും മസ്തിഷ്കവും പ്രാഥമികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രതീകാത്മകമായ കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പുറം ആവരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഇന്ദ്രിയ ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ഭൗതിക ലോകം എന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ഇത് തമ്മിലുള്ള ബന്ധം നമ്മുടെ ലിംബിക് സിസ്റ്റവും സെൻസറി ബ്രെയിനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഭൗതിക ലോകവും ഇന്ദ്രിയ ലോകവും, നമ്മുടെ എല്ലാ സെൻസറി ഓർഗൻസും എങ്ങനെയാണ് ഭൗതിക ലോകത്തെ നമ്മുടെ ഇന്ദ്രിയ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് ശ്രീചക്രത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. മധ്യഭാഗത്തിൽ നമ്മൾ ചിന്ത, വിവേകം, തീരുമാനിക്കാനുള്ള ശക്തി, വിവേചന ബുദ്ധി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ സെലിബ്രൽ കോർട്ടക്സിൽ സാമ്യം കാണുന്ന ചില ചിന്തകളുടെ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബിന്ദു ശ്രീചക്രത്തിൻ്റെ കേന്ദ്രം എന്ന് സൂചിപ്പിക്കുമ്പോൾ ഏകബോധം, പരമചൈതന്യം, ധ്യാനപരിചയം, ഒരു പ്യുവർ അവെയർനെസ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ മോഡേൺ സയൻസിൽ പറയുന്നത് ഇത് തന്നെയാണ്. 43 ത്രികോണങ്ങൾ നാഡികളുടെ ഭാരതീയമായ സങ്കല്പങ്ങളായ 43 ത്രികോണങ്ങൾ മോഡേൺ സയൻസിലുള്ള നാഡികളുടെ ഒരു സിംബോളിക് അനലോഗി നമുക്ക് കാണാൻ സാധിക്കും. ചിന്ത, വികാരം, സ്മൃതി തുടങ്ങിയ മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു ജാലകം, ഒരു വിൻഡോ ശ്രീചക്രത്തിൻ്റെ 43 ത്രികോണങ്ങളിൽ ആധുനിക യോഗ പണ്ഡിതന്മാർ മനുഷ്യൻ്റെ നിരവധി നാഡീ കണക്ഷനുകളുടെ പ്രതീകങ്ങളായിട്ട് കാണാറുണ്ട്. ധ്യാനവും മസ്തിഷ്കവും ധ്യാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ആത്മീയമായ മണ്ഡലങ്ങളിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഭയം കുറക്കാനുള്ള എന്തോ ഒരു തോന്നൽ, അത് ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന കൂടുതൽ സജീവമാക്കാൻ, വിവേകം വർദ്ധിപ്പിക്കാൻ, മാനസികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കർമ്മങ്ങൾ, ധ്യാന രീതികൾ ശ്രീചക്രത്തിൻ്റെ
രൂപത്തിൽ ധ്യാന രീതികളായി മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നുവെന്ന് സൈക്കോളജിക്കലി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉപനിഷത്തുകളുടെ ദർശനം എന്ന് പറയുന്ന യത് പിണ്ടേ തദ് ബ്രഹ്മാണ്ടേ യഥാ പിണ്ടേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതെല്ലാം, ഓരോ ആറ്റത്തിലുള്ളതെല്ലാം പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് പറയുന്ന ഈ ദർശനം നമ്മുടെ ശ്രീചക്രത്തിലെ ബ്രഹ്മാണ്ടത്തിൻ്റെ രൂപം നമ്മളെ വരച്ചു കാണിക്കുകയാണ്. മനുഷ്യൻ അതിൻ്റെ ചെറിയൊരു പ്രതിഫലനമായി, നമ്മുടെ ആറ്റം എന്ന് പറയുന്ന ഓരോ കോശങ്ങളും ഇതിൻ്റെ പ്രതിഫലനമായി നമുക്ക് കാണാൻ സാധിക്കണം. ആത്മീയവും ശാസ്ത്രീയവുമായ കാഴ്ച, ആത്മീയ വ്യാഖ്യാനം, ശാസ്ത്രീയമായ വ്യാഖ്യാനം എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ബിന്ദു എന്ന് പറയുന്നത് ആത്മീയമായ വ്യാഖ്യാനമാണെങ്കിൽ, പ്യുവർ അവെയർനെസ് എന്ന് പറയുന്നതാണ് ശാസ്ത്രീയമായ വ്യാഖ്യാനം. ആവരണങ്ങൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ ബോധനിലകളാണ് മറ്റു ഭാഗത്ത് കാണുന്നത്. ത്രികോണങ്ങൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ ചിന്തകളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ, അവ തമ്മിലുള്ള ഒരു ത്രികോണമാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. എല്ലാത്തിൻ്റെയും ബേസിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ഇത് അതിപ്രധാനമായ പ്രാഥമികമായ സമാന്തരമായ വീക്ഷണങ്ങൾ, ലോകത്തിൽ ട്രയാങ്കുലേഷൻ എന്ന വാക്ക് തന്നെ ഇതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധ്യാനത്തിൻ്റെ ശ്രീചക്രത്തിൻ്റെ പ്രയോഗം, ശ്രീവിദ്യ ധ്യാനത്തിൽ ഉപയോഗിക്കുമ്പോൾ പുറം ആവരണമായിട്ട് ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടും മധ്യ ആവരണങ്ങൾ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ബിന്ദു ആത്മബോധത്തിന് വേണ്ടിയിട്ടുമാണ്. പുറം ആവരണം ഇന്ദ്രിയങ്ങളാണ്. ആ പുറം ആവരണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ മധ്യ ആവരണത്തിലെത്തുമ്പോൾ മനസ്സിനെ, അതിനെ എന്താണ് നല്ലത്, മനസ്സും ബുദ്ധിയും ഉദ്ധരേതാത്മനാത്മാനം, മനസ്സും ബുദ്ധിയും ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മബോധമാണ് ബിന്ദുവിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ ബ്രഹ്മം എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്ന യത്രോ പരമതേ ചിത്തം, യത്രോ പരമതേ ചിത്തം എന്ന് പറയുന്ന, മനസ്സ് ശാന്തമാവുമ്പോൾ യഥാർത്ഥ ബോധം തെളിയും. പരമതേ ചിത്തം, അത് എപ്പോഴാണ് എത്തുന്നത്? ധ്യാന സന്ദേശത്തിൽ ഭഗവത്ഗീതയിൽ നമുക്ക് കാണുന്ന ഒരു ചിന്ത അവിടെ എത്തണമെങ്കിൽ ബിന്ദുവിലെത്തി എന്ന അർത്ഥം. സമഗ്രമായ സന്ദേശം ശ്രീചക്രം നമ്മളോട് പറയുന്നത് പ്രപഞ്ചനും മനുഷ്യനും വേറെയല്ല എന്നതാണ്. ചൈതന്യം എല്ലായിടത്തും ഒരേപോലെയാണ്. ആത്മീയമായി ദേവി ചൈതന്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കലാണ്, ഈ ചിന്തകളിലൂടെ പോകുമ്പോഴാണ് ശ്രീചക്രത്തിൻ്റെയും ചിന്തയുടെയും ബോധത്തിൻ്റെയും ബ്രെയിനിൻ്റെയും ഒക്കെ കണക്ഷൻസ് നമുക്ക് മനസ്സിലാകുന്നത്.